മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ അക്കാദമിയിലേക്കുള്ള 2026 വർഷത്തെ സെലക്ഷൻ ക്യാമ്പ് പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്നു. 2012 മുതൽ 2015 വരെ ജനിച്ച ആൺകുട്ടികൾക്കാണ് സെലക്ഷൻ സംഘടിപ്പിച്ചത്. മഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വളർന്നുവരുന്ന താരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ക്യാമ്പ്. ഈ വർഷത്തെ അക്കാഡമിക്കിലെ പുതിയ സെലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 400 കുട്ടികളോട് പങ്കെടുത്തു. അതിൽ നിന്ന് നമ്മൾ കഴിവുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിന് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പിലേക്ക്, അപ്പോൾ നമ്മൾ ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2011 മുതൽ ക്യാമ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് അവർക്ക് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നിട്ട് അവർക്ക് ജോയിൻ ചെയ്യാം. ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ നമുക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ വിവിധ അക്കാഡമികളുണ്ട്. അപ്പോൾ അതിലെ ഒരു അക്കാഡമിയാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. നമുക്ക് ക്യാമ്പ് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരമാണ് നമ്മൾ ക്യാമ്പ് വരുന്നത്. നമുക്ക് മഞ്ചേരി ആർക്കും ഇങ്ങോട്ട് വരാം, ക്യാമ്പിലേക്ക് ആർക്കും പങ്കെടുക്കാം. പക്ഷേ ഇങ്ങോട്ട് നമുക്ക് റെഗുലറായിട്ട് വരുന്നവർക്ക് മാത്രമേ നമുക്കിവിടെ ക്യാമ്പിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫുട്ബോളിൻ്റെ ബേസിക് ബാലപാഠം കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിൻ്റെ ലക്ഷ്യം. പിന്നെ അവർക്ക് നമ്മൾ ഇൻ്റർ കൗൺസിൽ മാച്ചസ് ഉണ്ട്. നമുക്ക് കൗൺസിലിൻ്റെ വിവിധ സെൻ്റർ ഉണ്ട്. പൂക്കോട്ടുംപാടം, അതേപോലെ മലപ്പുറം, ഉണ്ണിയാൽ, പെരിന്തൽമണ്ണ, ഇവർ സെൻറ്ററായിട്ട് ഇൻ്റർ അക്കാഡമി മാച്ചസുകളുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ക്യാമ്പിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വൈകുന്നേരങ്ങളിൽ ശനി ഞായറും ക്യാമ്പുകളുണ്ട്. അതിലേക്ക് വന്ന് അവർക്ക് നമ്മൾ ട്രയൽ കൊടുക്കുന്നതായിരിക്കും. അത് നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. പച്ചപ്പുൽ മൈതാനിയിൽ പന്തു തട്ടാനായതിന്റെ ആവേശത്തിലാണ് കുട്ടിത്താരങ്ങൾ. പയ്യനാട് നിന്നും 93 കേരള.